ഹലോ, വെൽക്കം ടു സിഫ്നാസ് വേൾഡ്. നമ്മളിതാ ഖത്തറിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ ദുബായിൽ വരെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഖത്തറിൽ നിന്ന് യാത്ര തുടങ്ങിയതും അതുപോലെ അബുദാബിയിലുണ്ടായ യാത്രാ വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ആ വീഡിയോകളെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലൂടെയാണ്. ദുബായിലെ വൻ സിറ്റി, അത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. വലിയ വലിയ മനോഹരമായ ഒരുപാട് ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മളിതാ ദുബായ് ടൗണിലൂടെ പോവാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ദുബായ് മെട്രോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടോ. അതോടൊപ്പം തന്നെ മെട്രോ സ്റ്റേഷനാണ് നമ്മളീ കാണുന്നത് കേട്ടോ, കണ്ടോ. ഈ സൈഡിൽ ഒരു മെട്രോ സ്റ്റേഷൻ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് പലതരം ബിൽഡിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഇതാണ് ഫ്യൂച്ചർ മ്യൂസിയം ഓഫ് ദുബായ്. അതിമനോഹരമായൊരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഈ റോഡിലൂടെ ഇങ്ങനെ പോയിപ്പോയി നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയോ? നമ്മൾ പോകുന്നത് ആ കാണുന്ന ഫ്രെയിം കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ദുബായ് ഫ്രെയിം എന്നറിയപ്പെടുന്നത്. വളരെ ദുബായുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം എന്താണെന്നും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നും ഒക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു നടപ്പാതയൊക്കെ ഉണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വരുന്നത്. കണ്ടോ, നല്ലൊരു ക്യൂ ഉണ്ട് ഞങ്ങൾക്ക് മുന്നിൽ. ഇതെല്ലാം ഈ കാണുന്ന ഫ്രെയിമിന് സമീപത്തുള്ള അല്ലെങ്കിൽ ഫ്രെയിം സ്ഥിതി ചെയ്യുന്ന സബീൽ പാർക്കിൻ്റെ ദൃശ്യങ്ങളാണ്. അതിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. ഇവിടുത്തെ ആദം നല്ല കളിയിലാണ്. അവിടെ ഒരു പുൽത്തകിടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ സൈഡിലെത്തി. ഇത് ദുബായ് ഫ്രെയിമിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഗോൾഡ് കളേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ മുകളിലൂടെ ഒരു വണ്ടി പോകുന്നുണ്ടോ. അതെല്ലാം നമ്മൾ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന വാഹനങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളും അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമ്മുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സെക്യൂരിറ്റി ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്. നമുക്കും അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയൊരു ദുബായ് ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അവിടേക്കുള്ള ഡോറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറിലേക്ക് കയറി ഇനി നമ്മൾ അകത്തേക്ക് പോവാണ്. ഇനി അകത്തെ കാഴ്ചകൾ അവിടെ ചെന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. വലിയൊരു ക്യൂ ഇവിടെയുണ്ട്. പുറത്തുള്ള ക്യൂ തന്നെ നമുക്ക് അകത്തും അത്യാവശ്യം ക്യൂ ഉണ്ട്. അപ്പോൾ അകത്ത് ഇങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടെ സൈഡിലൊക്കെ ചുമരിലൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറേ കളേഴ്സൊക്കെ കാണാൻ സാധിച്ചു. ഡിസൈൻസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയൊരു ശില്പം പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ക്യൂവിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മളിത് അകത്തേക്ക് പോകാൻ പോവാണ്. ഇവിടെ കയറുന്ന സമയത്ത് ഫാദർ ഓഫ് ദുബായ് ആയ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂമിൻ്റെ ഒരു ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഫാദർ ഓഫ് ദുബായ് ആണ്. അപ്പോൾ അങ്ങനെ കണ്ട് ഞങ്ങൾ വീണ്ടും അകത്തേക്ക് പ്രവേശിക്കാം. നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഒരു എന്താ പറയുക, ഹിസ്റ്ററി ഓഫ് ദുബായ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ദുബായ് സിറ്റിയുടെ ചരിത്രം, പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ദുബായ് എന്നുള്ളതും നമുക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ തരത്തിലും അവർ വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം പഴയ കാലത്ത് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഒട്ടകങ്ങളും മരുഭൂമിയും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അവരുടെ വേഷവിധാനങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അന്നത്തെ കാലത്തുണ്ടായിരുന്ന വീടുകളുടെ സ്ട്രക്ചറുകൾ എങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം എന്തായിരുന്നു എന്നൊക്കെ അങ്ങനെയെല്ലാം നമുക്ക് ഇതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ഇവിടെ നമുക്കിവിടെ കണ്ടോ ഓരോ വീടുകൾ, അതായത് അവരുടെ വീടുകൾ അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, ഭക്ഷണം പാചകം ചെയ്യുന്ന രീതികൾ, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം തന്നെയാണ് ഈ ഒരു ദുബായ് ഫ്രെയിം എന്ന് പറയുമ്പോൾ. ഇവിടെ അന്നത്തെ കാലത്തെ ചുമരുകൾ, അതുപോലെ തന്നെ വീടുകളുടെ ആ ഒരു എന്താ പറയുക, അന്നത്തെ ലൈറ്റുകൾ കണ്ടോ, തൂക്കുവിളക്കുകൾ, അതുപോലെ ഓടാമ്പലുകൾ, വാതിലുകൾ, കൽഭരണികൾ ഒക്കെ ഇങ്ങനെ അന്നത്തെ രീതിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ നല്ല ഭംഗിയിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ കാലത്തെ സൂക്കുകൾ, ഇവിടുത്തെ കച്ചവട രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത്. കണ്ടോ, ഫർദ ഫാബ്രിക്സ്, അങ്ങനെ ഓരോ കടകൾ, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അവരുടെ ജീവിത രീതിയിലുണ്ടായിരുന്ന കടകളൊക്കെയാണ് കാണിക്കുന്നത്. ഓരോ ഷോപ്സ്, അവിടെ ഓരോ കച്ചവടക്കാരുടെയും ജീവിതങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു സ്പൈസസിൻ്റെ കടയാണ്. കണ്ടോ,
കുറേ ഹെർബ്സാണ്, സാഫ്രോൺ ഹെർബ്സിൻ്റെ കടയാണ്. കുറേ സ്പൈസസ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ധാരാളം കടകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് പോകുന്നതിനുള്ള ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഇവിടെ സൈഡിലൊക്കെ തോട്ട്സൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, കുറേ ഷെയ്ക്കുമാരുടെയൊക്കെ. അതിലെഴുതിയിരിക്കുന്നത് കോമ്പറ്റീഷൻ ഓൾവേസ് മേക്ക് യു സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ, ഇറ്റ് ഈസ് ഫെയർഡ് ഓൺലി ബൈ ദി വീക്സ്. അങ്ങനെയുള്ള നല്ല നല്ല കുറേ തോട്ട്സുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മളിത് ആ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ലിഫ്റ്റിൽ വലിയൊരു ലിഫ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് 48 ഫ്ലോറ് മുകളിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ 48 ഫ്ലോറ് മുകളിലേക്ക് വെറും 75 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ എത്തിച്ചേരുക. ആ ഒരു ടൈമാണ് ഈ ഒരു ഇലവേറ്ററിനുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു ഇലവേറ്ററിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. താഴേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായി നമുക്ക് ദുബായ് നഗരമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെയുള്ള റോഡും കെട്ടിടങ്ങളും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നും മുകളിലെത്തി. മുകളിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഒരു ഫ്രെയിമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്കൊരു ആളോടെ നിന്നിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് വിവരിച്ച് തരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു തരുന്നുണ്ട്. 2018 ജനുവരി 1-നാണ് ഈ ഒരു ദുബായ് ഫ്രെയിം ഓപ്പൺ ആവുന്നത്. ഏകദേശം 230 മില്യൺ AED ആണ് അന്ന് ചിലവായ തുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 150 മീറ്റർ ഹൈറ്റിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 95 മീറ്ററാണ്. ഈ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ നോർത്ത് സൈഡിൽ ഓൾഡ് ദുബായും അതുപോലെ തന്നെ സൗത്ത് സൈഡിൽ ന്യൂ ദുബായ് നമുക്ക് കാണാവുന്നതാണ്. അതാണ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മളത് അതിൻ്റെ മുകളിലേക്ക് കയറി. ഇങ്ങനെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത്. മുകളിലൊക്കെ നല്ല ഡിസൈനൊക്കെ ഉണ്ട്. ഏറ്റവും പ്രത്യേകത ഈ കാണുന്നൊരു ഗ്ലാസ് പാത്താണ് കേട്ടോ. ഈ ഒരു പാത്ത് വേയിലൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നടക്കാൻ സാധിക്കും. കണ്ടോ, ഇതെല്ലാം നമ്മളും ഇതിൻ്റെ മുകളിലൂടെ നടന്നു നോക്കാം. ഇതാ കണ്ടോ, നല്ല രസമുണ്ട് നടക്കാൻ. വളരെ 150 മീറ്റർ താഴെയാണ് ഈ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തതാ. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ട താഴേക്കുള്ള ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ്. കുട്ടികളൊക്കെ അതിൻ്റെ മുകളിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ കാണുന്ന നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, താഴെ ഒരു ക്യൂ കാണുന്നുണ്ട്, ഉറുമ്പുകൾ അരിച്ചരിച്ച് പോകുന്നത് പോലെ. അത് ആളുകൾ തന്നെയാണ്. ഇവിടേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ് കാണുന്നത്. നിരം നിൽക്കുന്ന ആളുകൾ കണ്ടോ. ഈ ഒരു ഗ്ലാസ്സിലൂടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നടന്നിങ്ങനെ കാഴ്ച കണ്ട് നടക്കാനായിട്ടൊക്കെ. ഈ ദുബായ് ഫ്രെയിമിൻ്റെ നമുക്ക് നോർത്ത് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആ നോർത്ത് സൈഡിലാണ് ഓൾഡ് ദുബായ് കാണാൻ പറ്റുക. അതായത് പഴയ കാലത്തെ ദുബായ് എങ്ങനെയായിരുന്നു അതാണ് നമുക്ക് നോർത്ത് സൈഡിൽ വിൻഡോയിലൂടെ നോക്കിയാൽ കാണാൻ പറ്റുക. ഇപ്പോഴും ആ ബിൽഡിങ്ങുകളൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഓൾഡ് ദുബായ്. അവിടുത്തെ ബിൽഡിംഗ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ പണ്ടുകാലം മുതലേ കേൾക്കുന്ന ദുബായ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആ ഒരു വലിയ വലിയ കെട്ടിടങ്ങളും അതെല്ലാമാണ് ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു മറ്റേ സൈഡ് സൗത്ത് സൈഡിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ദുബായ് ആണ്. ന്യൂ ദുബായിൽ എത്രത്തോളം ബിൽഡിങ്സ് ഉണ്ട്, അവിടുത്തെ ഇന്നത്തെ കാലത്തെ വളർച്ച എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. ധാരാളം ബിൽഡിങ്ങുകൾ, ബുർജ് ഖലീഫയൊക്കെ നമുക്ക് കാണാം. നല്ല ഹൈറ്റിൽ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ ബിൽഡിങ്സും കണ്ടോ, പലതരത്തിലുള്ള പഴയ ദുബായിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പുതിയ കാലത്തെ ദുബായ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഷെയ്ഖ് സയദ് റോഡും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ സൈഡിൽ നമുക്ക് മറ്റൊരു കാഴ്ച, ഈ ഒരു ഇൻഡോർ തീം പാർക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് സ്റ്റാർ ഗേറ്റ് എന്നാണ്. ഇതൊരു എഡ്യൂക്കേഷൻ എൻ്റർടൈൻമെൻറ്റ് തീം പാർക്കും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളും ദുബായിലെ ഇപ്പോഴത്തെ ഈ ഒരു ന്യൂ ദുബായിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. കണ്ടോ, ഒറ്റ ഫ്രെയിമിൽ നമുക്കിവിടെ ന്യൂ ദുബായും കാണാം, അതുപോലെ ഓൾഡ് ദുബായും കാണാം. അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു മെഷീൻ കണ്ടു. ഇതൊരു സുവനീർ മെഷീനാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ദുബായ് ഫ്രെയിമിൻ്റെ സുവനീർ ലഭിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെഷീനിൽ നമുക്ക് താഴെ ഒരു ഭാഗമുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഒരു 10 ദിർഹം നോട്ടാണ് വേണ്ടത്. ആ നോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് സുവനീറാണോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു റിങ് ഉണ്ടല്ലോ അത് തിരിച്ചു കൊടുക്കുക. നല്ല ശക്തിയിൽ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന്
നമുക്ക് വേണ്ട സുവനീർ നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കും ആ ഒരു സുവനീർ. കണ്ടോ, നോക്കിക്കോളൂ. ഇത് കണ്ടോ, ഒരു ദുബായ് ഫ്രെയിമിൻ്റെ ഒരു സുവനീർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സുവനീർ മെഷീനൊക്കെ നമ്മളവിടെ കണ്ടു. അങ്ങനെ നടക്കുന്നു. ആദം ഇവിടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഫ്റ്റ് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് നമ്മൾ ഇറങ്ങി ഇതാ ഈ കാണുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഫ്യൂച്ചർ മ്യൂസിയം ഓഫ് ദുബായ്. ദുബായിൽ ഇത്രയും കണ്ടാൽ നമ്മൾ ഓൾഡ് ദുബായ്, ന്യൂ ദുബായ് കണ്ടു. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ഫ്യൂച്ചർ ദുബായിയുടെ കാഴ്ചകൾ. വീഡിയോ എടുത്തോ, കുറച്ച് മുന്നോട്ട് അടുത്ത 50 വർഷത്തേക്കുള്ള ദുബായിയുടെ പ്രൊജക്റ്റുകളാണ് ഈ കാണുന്നത്. അങ്ങനെ ദുബായിയുടെ ഫ്യൂച്ചറൊക്കെ കണ്ട് ഇനി വരാൻ പോകുന്ന ദുബായ് എങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പോകുന്ന വഴികളുടെ 2 സൈഡിലും നമുക്ക് ഈ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും ഇതിൻ്റെ മനോഹരമായ സ്ട്രക്ചറും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസകരമായ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു. അങ്ങനെ അവിടെ നമ്മൾ നീങ്ങുമ്പോൾ ഇവിടെ ഒരു അവാർഡുകൾ, ഈ ഒരു ബിൽഡിങ്ങിന് കിട്ടിയ അവാർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ അവാർഡ് 2018 കിട്ടിയിട്ടുണ്ട്. അവാർഡ് ഫോർ ദ ടോൾ ആൻഡ് സ്ലാൻഡർ സ്ട്രക്ചറിനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവാർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ താഴേക്ക് എസ്കലേറ്റർ വഴി താഴേക്ക് പോവാണ്. അപ്പോൾ താഴേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ധാരാളം സുവനീറുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള സുവനീറൊക്കെ വാങ്ങാം. അങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായും വീണ്ടും കാണാം. ബൈ ബൈ.